ഞാൻ ഇത്രയും കാലം ഏതാണ്ട് ഒരു 10 വർഷത്തിലധികമായിട്ടുണ്ടാവും സംവാദങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇതേവരെ ഒരു സംവാദത്തിലും അയ്യേ എന്ന് അലറി വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ പഴയ കവിതയുണ്ട്, എന്നിട്ടരിശം തീരാത്തവൻ ആ പുരകട ചുറ്റും മുണ്ടി നടന്നു പറയുന്നത് പോലെ അയ്യേ വിളിച്ചുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് ചുറ്റും നിലവിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കോൺഗ്രസ് പ്രതിനിധിയുടെ അനുഭവം എന്റെ ഇത്തരം ഒരു സംവാദ ജീവിതത്തിൽ ആദ്യം കാണുകയാണ്. ഇരിക്കട്ടെ, ഞാൻ അതൊന്നും മോശമാണെന്ന് പറയില്ല. കോൺഗ്രസിന്റെ യഥാർത്ഥ നിലവാരം ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട് എന്നേ ഞാൻ കരുതുന്നുള്ളൂ. ഞാൻ അതിൽ കുറച്ചൊന്നും കരുതുന്നില്ല. അപ്പൊ ആ നിലവാരം എന്തായാലും അങ്ങ് തുടരുക. എനിക്ക് എല്ലാ ഭാവങ്ങളുമാണ് എനിക്ക് അക്കാര്യത്തിൽ നേരാനുള്ളത്. പിന്നെ ഇവിടെ ഉയർന്നു വന്ന പ്രശ്നം അല്ല, അങ്ങനെ ഇടയ്ക്ക് കയറി ഇടപെടണ്ട. അല്ല, അങ്ങനെ ഇടയ്ക്ക് കയറി അവാർഡുകൾ നിലവാരമില്ലാത്ത വർത്തമാനം പറഞ്ഞാൽ അങ്ങനെ തന്നെ ഇടപെടും. എന്താ ഇതൊരു മര്യാദയാണോ? കോൺഗ്രസുകാർ ചരിത്രമില്ലാത്ത ആളുകളാണ്. ഇങ്ങോട്ട് വരണ്ട. കോൺഗ്രസ് ഓഫീസിൽ എവിടെ ഇരിക്കും? മര്യാദക്ക് കോൺഗ്രസുകാർക്ക് ചരിത്രം അറിയില്ല. മറ്റുള്ളവരെ പരിഹസിക്കലും AK സെന്ററിൽ മതിയോ? AK സെന്ററിൽ മതി. AK സെന്ററിൽ ചരിത്രബോധമുള്ള കോൺഗ്രസുകാർ അപൂർവം. ഇവൻ വലിയ ചരിത്രക്കാരൻ, കോമാളി. ചരിത്രം കോമാളിയാണ് ജയിക്ക്. കോമാളി. എനിക്ക് പറയാൻ ഇടപെട്ടേ പറ്റുള്ളൂ. തോമസ് ഐസക് രമേശ് പിഷാരടിനെ കോമാളി എന്ന് വിളിച്ചപ്പോൾ താങ്കൾക്ക് പ്രശ്നമായിരുന്നല്ലോ. ഇപ്പൊ പ്രശ്നമില്ലേ കോമാളിന്ന് താങ്കൾ വിളിക്കുമ്പോ? യഥാർത്ഥ കോമാളി ജയിക്കാണെന്നേ. യഥാർത്ഥ കോമാളി ജയിക്കാ, പിഷാരടിയല്ല. കേരളത്തിലെ എല്ലാ ചർച്ചയിൽ വന്ന് കോമാളി ജയിക്കാ. അനൂപ്, ഒരു ചർച്ചയിൽ പാലിക്കേണ്ട മിനിമം നിലവാരമുണ്ട്. ഒരു ചർച്ചയിൽ പാലിക്കേണ്ട മിനിമം നിലവാരമുണ്ട്. രമേശ് പിഷാരടിക്കെതിരെ തോമസ് ഐസക്കിന് ഖേദപ്രകടനം നടത്തേണ്ടി വന്നു. ആ വാക്കാണ് ഇപ്പോൾ താങ്കൾ ജയിക്കിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അത് ഇവിടെ അംഗീകരിക്കാൻ കഴിയില്ല. അല്ല, അത് യാഥാർത്ഥ്യമല്ല. യാഥാർത്ഥ്യമല്ലേ? ഞങ്ങളെല്ലാരും കേട്ടതല്ലേ? താങ്കൾ വിളിച്ചില്ലേ? ചരിത്രം അറിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വിളിച്ചു? എന്താ കോമാളിത്തരം പറഞ്ഞാൽ പറയും? കോമാളിത്തരം പറഞ്ഞാൽ പറയുന്നേ കോൺഗ്രസ്സുകാർക്കൊന്നും ചരിത്രമല്ല. ചരിത്രം പഠിച്ചത് ഇവൻ മാത്രം. അത് മര്യാദക്കുള്ള വർത്താനം പറഞ്ഞാൽ മര്യാദയ്ക്ക് പറയും. ഇവന്റെ വലിയൊരു അഹങ്കാരം. അച്ചടി ഭാഷയിൽ പറഞ്ഞ പമ്പര വിട്ടിയല്ലേ? പമ്പര വിട്ടി. ഒരു ചർച്ചയ്ക്ക് ഒരു മിനിമം നിലവാരമുണ്ട്. അത് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ കേൾക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായാണ് ഇവിടെ വന്നിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായി വന്നിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ നിലവാരം കൂടിയാണ് അനൂപിലൂടെ അളക്കുന്നത്. അത് ഓർക്കണം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ. ആ ധാരണ അനൂപിന് വേണം. കോമാളി, പമ്പര വിട്ട് എനിക്കറിയില്ല. ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല. ഒരു തരത്തിലും ഞാൻ യോജിക്കുന്നില്ല. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ജയിക്കാണെങ്കിലും ശരി, TP ജയചന്ദ്രനാണെങ്കിലും ശരി, ഞാൻ ക്ഷണിച്ചിട്ട് ഈ പാനലിൽ വന്നിരിക്കുന്ന 2 അതിഥികൾ, ഇപ്പൊ ആര് പറഞ്ഞാലും, RV ബാബുവിനെ നേരത്തെ പറഞ്ഞാണെങ്കിലും ശരി, ജയിക്കാണെങ്കിലും ശരി, TP ജയചന്ദ്രൻ, ഞാൻ ക്ഷണിച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അവർക്ക് ജയിക്കിനാണെങ്കിലും ജയചന്ദ്രൻ മാഷിനാണെങ്കിലും നിരവധി പരിപാടികളുടെ തെരഞ്ഞെടുപ്പ് കാലമാണ്. അപ്പൊ അവിടെ വന്നിട്ട് പാനലിസ്റ്റുകളെ പമ്പര വിട്ടി എന്നൊക്കെ വിളിക്കാൻ അനുവദിക്കില്ല. ഇത് താങ്കളിലൂടെ അളക്കപ്പെടുന്നത് താങ്കൾ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ, രാഷ്ട്രീയ പാർട്ടിയുടെ നിലവാരം കൂടിയാണ്. നമുക്ക് ഈ തർക്കം ഇവിടെ അവസാനിപ്പിക്കാം.